നമ്മുടെ വീട്ടുമുറ്റത്ത് പ്ലാവിങ്ങനെ കായ്ച്ചു കിടക്കുന്നത് കാണുവാൻ നല്ല ഭംഗിയാണ്. ഒരു പൂങ്കൊലയിൽ തന്നെ നിരവധി ചക്കകൾ ഉള്ളതിനാൽ ഒന്നോ രണ്ടോ പറിച്ചെടുത്ത് ഇടിച്ചക്ക തോരനും കട്ട്ലറ്റും ഉണ്ടാക്കുക. വളരെ സ്വാദിഷ്ടമായ വിഭവമാണിത്. ഇത് വരിക്കപ്ലാവാണ്. ഒരു ഞെട്ടിൽ തന്നെ നിരവധി ചക്കകൾ ഉള്ളതിനാൽ ആവശ്യത്തിന് ചക്കകൾ നിലനിർത്തുക. ചെറുതും ഷേപ്പ് ഇല്ലാത്തതുമായ ചക്കകൾ അറുത്തു മാറ്റുക. ഒരേ സമയം വേണമെന്നില്ല. നമ്മുടെ ആവശ്യാനുസരണം തോരൻ ഉണ്ടാക്കുവാനോ കട്ട്ലറ്റ് ഉണ്ടാക്കുവാനോ ഉപയോഗിക്കുക. അപ്പോൾ മറ്റു ചക്കകൾ നല്ല വലിപ്പത്തിലും ഗുണമേന്മയിലും കിട്ടുന്നു. ഇത് വരിക്കച്ചക്കയാണ്. ഒരു ഞെട്ടിൽ തന്നെ നിരവധി ചക്കകൾ ഉണ്ടാകുന്നു. ആവശ്യമുള്ള ചക്കകൾ നിലനിർത്തുക. ഷേപ്പ് ഇല്ലാത്തതും തീരെ ചെറുതുമായ ചക്കകൾ അറുത്തു മാറ്റുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റു ചക്കകൾക്ക് നല്ല ഗുണമേന്മയും തൂക്കവും ഉണ്ടാകുന്നു. അറുത്തു മാറ്റിയ ചെറിയ ചക്കയിൽ നിന്നും നിരവധി ഗുണങ്ങളും പോഷക സമൃദ്ധവുമായ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാവുന്നതാണ്. ഈ പ്ലാവ് സീസൺ മാറിയും ധാരാളം ചക്കകൾ കായ്ക്കുന്നു. ഇതുപോലുള്ള പ്ലാവുകൾ ഉണ്ടായിരുന്നാൽ വീട്ടാവശ്യത്തിന് എന്നും ചക്കകൾ കിട്ടുകയും ചക്ക കായ്ച്ചു കിടക്കുന്നത് കാണുവാനും നല്ല ഭംഗിയാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്താലും. പച്ചച്ചക്കയിൽ നിന്നും നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കുന്നു. ഇന്ന് പ്രധാനമായും ചെറിയ ചക്കകൾ നഷ്ടപ്പെടുത്തി കളയാതെ തോരൻ ഉണ്ടാക്കുവാനും കട്ട്ലറ്റ് ഉണ്ടാക്കുവാനും സാധിക്കും. വീട്ടുപറമ്പിൽ ഇതുപോലെ ചക്ക ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ പോയി പച്ചക്കറികൾ വാങ്ങാതെ തന്നെ വിഷരഹിതമായ ചക്കയുടെ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ചക്കയുടെ പുറമെ കാണുന്ന മുള്ളോട് ചേർന്നിരിക്കുന്ന ആവരണം മാറ്റിയതിനു ശേഷം നല്ലതുപോലെ വൃത്തിയാക്കി നിരവധി കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ പാചകം ചെയ്യുക. ഇതിൽ കാണുമ്പോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് പാകം ചെയ്തത് കട്ട്ലറ്റ്, തോരൻ എന്നിവ ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കട്ട്ലറ്റ്. നല്ല രുചികരമായ കട്ട്ലറ്റ് നമ്മൾ മുറിച്ച് മാറ്റിയ ചക്കയിൽ നിന്നും ഉണ്ടാക്കാവുന്നതാണ്.
അറുത്ത് മാറ്റിയ ചെറിയ ചക്കയിൽ നിന്നും നിരവധി ഗുണങ്ങളും പോഷക സമൃദ്ധവുമായ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാവുന്നതാണ്. തെങ്ങോല കൊണ്ടോ അടയ്ക്കാമരത്തിൻ്റെ ഓല കൊണ്ടോ നല്ല വായു സഞ്ചാരം കിട്ടുന്ന നെറ്റ് കൊണ്ട് മറയ്ക്കുന്നത് നല്ലതാണ്. ഒരു നല്ല തേൻ വരിക്ക വാങ്ങണമെങ്കിൽ കുറഞ്ഞത് 500-700 രൂപ കൊടുക്കണം. അതുകൊണ്ട് വേണ്ടുന്ന സംരക്ഷണം നൽകിയാൽ മരപ്പെട്ടി മറ്റ് ജീവികളുടെ ശല്യം ഉണ്ടാകാറില്ല. ചക്കകൾ കുറച്ചുകൂടി വലുതായതിനു ശേഷം മറച്ചാലും മതിയാകും. ഇതുപോലെ ആവശ്യത്തിന് കെയർ കൊടുത്താൽ ഒരു ചക്കയും കേടില്ലാതെ കിട്ടുകയും നിങ്ങൾക്ക് എന്നും വരിക്കച്ചക്ക ലഭിക്കുകയും ചെയ്യുന്നു. പഴമക്കാർ മുൻപൊക്കെ ചക്ക കാണാത്ത വിധം അടയ്ക്കാമരത്തിൻ്റെ ഓല കൊണ്ട് മറയ്ക്കുന്ന പതിവുണ്ടായിരുന്നു. ഈ ചക്കകൾ മിക്കതും നല്ല ഷേപ്പ് ഉള്ളതും നല്ല തൂക്കം വയ്ക്കുന്നതുമാണ്. അതുകൊണ്ട് അറുത്ത് മാറ്റേണ്ടുന്ന ആവശ്യവും ഇല്ല. ആവശ്യമെങ്കിൽ 2-3 ചെറിയ ചക്കകൾ അറുത്ത് മാറ്റുക. ഇതുപോലുള്ള ഷേപ്പ് ഉള്ളതും തൂക്കം ഉള്ളതുമായ ചക്കകൾ നിലനിർത്തുക. ഇത് പാകമാകുമ്പോൾ ഏകദേശം 15-20 കിലോഗ്രാമിന് മേൽ തൂക്കം വയ്ക്കുന്നു. വിദേശത്ത് കയറ്റി അയക്കാവുന്ന രീതിയിൽ ഗുണമേന്മയുള്ള ചക്കകളാണിത്. വീഡിയോ അവസാനിപ്പിക്കാൻ സമയമാകുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ബൈ.